നമസ്കാരം, മാസ്റ്ററിങ് എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൈക്രോസോഫ്റ്റ് എക്സൽ ആണ്. വേഡിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതുപോലെ തന്നെ വേഡിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനിയും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നമുക്ക് ഇടയ്ക്കുള്ള ക്ലാസ്സുകളിൽ അതുകൂടെ ഡിസ്കസ് ചെയ്യാം. അപ്പം എക്സൽ ബേസിക് പോലും അറിഞ്ഞൂടാത്ത കുറച്ച് പേര് കാണും. അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എക്സലിൻ്റെ ക്ലാസ്സുകൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇടയ്ക്ക് ക്ലാസ്സുകൾ ഇല്ലാതിരിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കും. അപ്പോൾ ക്ലാസ്സുകൾ എന്നും പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പോൾ ക്ഷമിക്കുക. അതായത് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ടാണ് എന്നും ക്ലാസ്സിൽ ഇടാൻ പറ്റാതെ. എന്തായാലും നമ്മുടെ എക്സാമിന് മുന്നേ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ എല്ലാ പോർഷൻസും, സിലബസിലുള്ള എല്ലാ പോർഷൻസും, ടൈപ്പ് റൈറ്റർ പോർഷൻസും കംപ്ലീറ്റ് ചെയ്തിരിക്കും. അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് നമ്മൾ ചെയ്തിരിക്കും. അപ്പോൾ ആ ഒരു കാര്യത്തെ ആരും വിഷമിക്കേണ്ട. ഇടയ്ക്ക് ക്ലാസ് ഇല്ലെങ്കിലും നിങ്ങൾ പ്രീവിയസ് ക്ലാസ്സുകളൊക്കെ കാണുക. അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കുക. അപ്പം എന്തായാലും സമയം കളയേണ്ട, ക്ലാസ്സിലേക്ക് കിടക്കാം. ഇപ്പം എക്സൽ എന്ന് പറയുന്നത് ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. നമുക്കറിയാം, വേർഡ് പോലെ തന്നെയുള്ള ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് എക്സൽ എന്ന് പറയുന്നത്. അപ്പോൾ എക്സൽ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ലാർജ് കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്? എക്സൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എക്സൽ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ കാൽക്കുലേഷൻസ് ഒക്കെ ആക്യുറേറ്റ് ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പം നമുക്ക് ഏതെങ്കിലും ഒരു ഓഫീസിലോ ഓർഗനൈസേഷനിലൊക്കെ ഉള്ള എംപ്ലോയീസിൻ്റെയൊക്കെ സാലറി അവരുടെ ലാസ്റ്റ് ഒരു മന്തിൻ്റെ ലാസ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അവരുടെ എന്തായിരിക്കും, ഇപ്പം ലീവ് എടുത്തിട്ടുള്ളവർ എന്തായിരിക്കും, അതൊക്കെ നമുക്ക് കട്ട് ചെയ്യണം. അങ്ങനെയൊക്കെയുള്ള കുറേ ഓപ്ഷൻസ് വരുന്ന സമയത്ത് നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്? എക്സൽ യൂസ് ചെയ്യുന്നത്. അപ്പം എക്സലിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. അപ്പോൾ വേൾഡിൽ പറഞ്ഞ പോലെ തന്നെ എക്സലിൻ്റെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനൊരു വിൻഡോ ആയിരിക്കും വരുന്നത്. ഇതിൽ ഏറ്റവും മുകളിലുള്ള ബാർ എന്ന് പറയുന്നത് ടൈറ്റിൽ ബാർ ആണ്. അപ്പോൾ ടൈറ്റിൽ ബാറിൽ എന്തായിരിക്കും വരുന്നത്? നമ്മുടെ നെയിം ആയിരിക്കും. വേർഡിൽ നെയിം ഓഫ് ദ ഡോക്യുമെൻ്റ് ആണെങ്കിൽ എക്സലിൽ എന്താണ്? നെയിം ഓഫ് ദ സ്പ്രെഡ്ഷീറ്റ് ആണ് ഇവിടെ വരുന്നത്, ടൈറ്റിൽ ബാറിൽ വരുന്നത്. അപ്പോൾ ഇവിടെ ഡീഫോൾട്ടായിട്ടൊരു നെയിം ഉണ്ടായിരിക്കും. നമ്മൾ സേവ് ചെയ്യുവാണെങ്കിൽ സേവ് ചെയ്തിരിക്കുന്ന നെയിം ആയിരിക്കും ഇവിടെ കാണിക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ ഡീഫോൾട്ടായിട്ടുള്ള നെയിം ആയിരിക്കും. ഡീഫോൾട്ടായിട്ടുള്ള നെയിം ഏതെന്ന് വെച്ചാൽ ബുക്ക് 1 ആണ്. ഇത് ശ്രദ്ധിക്കുക, ഇത് പലതവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. വേർഡിൻ്റെയും എക്സലിൻ്റെയും പവർ പോയിൻറ്റിൻ്റെയും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എക്സലിലെ ഡീഫോൾട്ട് നെയിം എന്ന് പറയുന്നത് ബുക്ക് 1 ആയിരിക്കും. നമ്മളൊരു പേര് കൊടുത്ത് സേവ് ചെയ്യുകയാണെങ്കിൽ ആ പേരായിരിക്കും ഇവിടെ കാണിക്കുന്നത്. പിന്നെ ഈ ടൈറ്റിൽ ബാറിൻ്റെ റൈറ്റ് സൈഡിൽ ഇതെല്ലാവർക്കും അറിയാവുന്ന എന്തൊക്കെയുണ്ട്? ക്ലോസ് ബട്ടൺ, മിനിമൈസ് ഓർ മാക്സിമൈസ് ബട്ടൺ, റീസ്റ്റോർ ബട്ടൺ ഒക്കെ ആയിരിക്കും. എന്തായിരുന്നു? മിനിമൈസ് ബട്ടണും മാക്സിമൈസ് ഓർ റീസ്റ്റോർ ബട്ടണും ഒക്കെ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. പിന്നെ ഈ ലെഫ്റ്റ് സൈഡിൽ ഒരു ഓഫീസ് ബട്ടൺ ഉണ്ട്, കണ്ടോ? ഈ ഓഫീസ് ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും? ന്യൂ, ഓപ്പൺ, സേവ്, സേവ് ആസ്, പ്രിന്റ്, പ്രിപ്പയർ, സെൻഡ്, പബ്ലിഷ്, ക്ലോസ്, ഇത്രയും ഓപ്ഷൻസ് ആയിരിക്കും ഉണ്ടാവുക. ആ ഓഫീസ് ബട്ടണോട് ചേർന്ന് തന്നെ ചെറിയ ഒരു ബാർ ഉണ്ട്. ഇതിനെയാണ് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്ന് പറയുന്നത്. മെയിനായിട്ടും സേവ്, അൺഡോ, റിഡോ ഓപ്ഷൻസ് ആണ് ഇവിടെ ഉണ്ടാവുക. അതുപോലെ തന്നെ ഈ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. ഇതൊന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട, നമ്മൾ വേർഡിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ തൊട്ട് താഴെ എന്താണുള്ളത്? റിബൺ ആണുള്ളത്. ഈ റിബണിനകത്താണ് എന്തുള്ളത്? ഓരോ ടാബുകളും ടാബുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കമാൻഡ്സും വരുന്നത്. അപ്പോൾ നോക്കിയേ, ഇവിടെ എത്ര ടാബുകളുണ്ട്? ഹോം ടാബ്, ഇൻസേർട്ട്, പേജ് ലേഔട്ട്, ഫോർമുലാസ്, ഡേറ്റ, റിവ്യൂ ആൻഡ് വ്യൂ, ഇത്രയും 7 ടാബുകളാണ് എക്സൽ വിൻഡോയിലുള്ളത്. അപ്പോൾ വേർഡിലുള്ള അതേ ടാബുകളല്ല എക്സലിനകത്തുള്ളത്, വ്യത്യാസമുണ്ട്. നോക്കിയേ, ഹോം, ഇൻസേർട്ട്, പേജ് ലേഔട്ട്, പിന്നെ അടുത്ത വരുന്ന ടാബ് കണ്ടോ? ഫോർമുല ടാബ്, ഡേറ്റ ടാബ്, അത് കഴിഞ്ഞിട്ട് റിവ്യൂ ടാബ്, വ്യൂ ടാബ്, ഇങ്ങനെ 7 ടാബുകളാണുള്ളത്. ഇനി ഹോം ടാബിൽ ആദ്യം വരുന്ന നമ്മൾ വീട്ടിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഏതാണ്? ക്ലിപ്പ് ബോർഡ് ഗ്രൂപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ഫോണ്ട് ഗ്രൂപ്പ് ഉണ്ട്. പിന്നെ ഇവിടെ നിന്നാണ് നമുക്ക് മാറ്റം വരുന്നത്. അലൈൻമെന്റ്, നമ്പർ, സ്റ്റൈൽസ്, സെൽസ് എഡിറ്റിംഗ്, ഇത്രയുമാണ് ഹോം ടാബിൽ വരുന്നത്. അപ്പോൾ ഹോം ടാബിൽ ക്ലിപ്പ് ബോർഡ്, ഫോണ്ട്, അലൈൻമെന്റ്, നമ്പർ, സ്റ്റൈൽസ്, സെല്ല്, എഡിറ്റിംഗ്, ഇത്രയുമാണ് ഹോം ടാബിൽ വരുന്നത്. ഈ ഓരോ ടാബിലും വരുന്ന ഗ്രൂപ്പ്സിൽ വരുന്ന എല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കും. അതിനുശേഷം ഈ റിബൺസിന് തൊട്ട് താഴെ ഒരു ബാർ ഉണ്ട്. ഈ ബാറിനെയാണ് പറയുന്നത് ഫോർമുല ബാർ എന്നാണ് പറയുന്നത്. അപ്പം ഈ ഫോർമുല ബാറിന് 2 സെക്ഷനാണുള്ളത്. ഇത് ഫോർമുല ബാറും ഇത് നെയിം ബോക്സുമാണ്. അത്രേ അറിഞ്ഞിരിക്കുക. നെയിം ബോക്സിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ഇപ്പം നോക്കിയേ, ഫോർമുല ബാറാണ് തൊട്ട് താഴെയുള്ളത്. ഫോർമുല ബാറിലെ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് നെയിം ബോക്സ് ആണ്. ഇവിടെ A1 എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതെന്താ നമ്മൾ പിന്നീട് പറയാം. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഇതാണ് ഫോർമുല ബാർ എന്ന് പറയുന്നത്.
ഇനി നോക്കിയേ, ഈ എക്സലിൻ്റെ ഒരു പേജ് കണ്ടോ, ഈ ഒരു വിൻഡോ എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഒരു ടേബിൾ ഫോർമാറ്റിലാണുള്ളത്. കണ്ടോ, ഇങ്ങനെ ഒരു ടേബിൾ ഫോർമാറ്റിലാണുള്ളത്. അപ്പോൾ ഒരു ടേബിളിൻ്റെ ഇങ്ങനെയുള്ളതിനെ നമ്മൾ എന്താ പറയുന്നത്, ഇങ്ങനെ താഴോട്ടുള്ളതിന് ഇതിനെ നമ്മളൊരു കോളം എന്ന് പറയും. അതുപോലെ തന്നെ ഈ റൈറ്റിലോട്ടുള്ള ഇതിനെ നമ്മൾ എന്താ പറയുന്നത്, റോ എന്ന് പറയും. അപ്പോൾ എക്സലിൻ്റെ ഒരു ഷീറ്റ്, നമ്മൾ ഇതിനകത്ത് ഒരു പേപ്പറിനെ ഒരു ഷീറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ എക്സലിലെ ഓരോ ഷീറ്റിനെയും അറേഞ്ച് ചെയ്തിരിക്കുന്നത് ടേബിൾസ് ആയിട്ടാണ്. ടേബിൾ എന്ന് പറയുമ്പോൾ ഇൻ്റർസെക്ഷൻ ഓഫ് റോസ് ആൻഡ് കോളം. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താ, ഓരോ കോളമാണ്. ആ ഓരോ കോളത്തിനും ഓരോ പേര് കൊടുത്തിട്ടുണ്ട്. ഓരോ കോളത്തിൻ്റെയും പേരാണ് ABCD. ഇങ്ങനെയാണ് ഓരോ കോളത്തിൻ്റെയും പേര്. അതുപോലെ തന്നെ ഓരോ റോസ് ഉണ്ട്, 1 2 3 4 5 എന്ന് ഓരോ റോസിനും പേര് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു കോളവും ഒരു റോയും കൂടി ഇന്റർസെക്റ്റ് ചെയ്യുന്ന പാർട്ടിനെ ഇന്റർസെക്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ഫോം ചെയ്യും. കണ്ടോ, ഈ A എന്ന് പറയുന്ന കോളവും 1 എന്ന് പറയുന്ന റോയും കൂടി ഇന്റർസെക്റ്റ് ചെയ്യുന്ന, അതായത് കൂടി ചേരുന്നിടത്താണ് ഒരു റെക്റ്റാങ്കിൾ പോർഷൻ ഉണ്ട്. ഇതിനെ നമ്മൾ സെൽ എന്നാണ് പറയുന്നത്. ഈ സെല്ലിൻ്റെ അഡ്രസ്സാണ് നമ്മുടെ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ നെയിം ബോക്സിൽ വരുന്ന A1 എന്ന് പറയുന്നത്. അതായത് A എന്ന് പറയുന്ന കോളവും 1 എന്ന് പറയുന്ന റോയും കൂടി ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ആ ഒരു സെല്ലിൻ്റെ അഡ്രസ്സാണ് A1. അപ്പോൾ ഞാൻ ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു. ഈ സെല്ല് ഏതൊക്കെയാണ്, D എന്ന് പറയുന്ന കോളവും 5 എന്ന് പറയുന്ന റോയും കൂടി ഇൻ്റർസെക്റ്റ് ചെയ്ത സെല്ലാണ് D5. കണ്ടോ, D5. അതുപോലെ ഏത് സെല്ല് നമ്മൾ സെലക്ട് ചെയ്താലും അതിൻ്റെ അഡ്രസ്സ് എവിടെ കാണുമെന്ന് ചോദിച്ചാൽ നെയിം ബോക്സിലായിരിക്കും ഉണ്ടാവുക. ഇതും എക്സാമിന് പ്രീവിയസ് ചോദിച്ചിട്ടുണ്ട്. ഒരു കോളവും റോയും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു സെല്ലിൻ്റെ അഡ്രസ്സ് എവിടെയാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്, ഫോർമുല ബാറിലെ നെയിം ബോക്സിലാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. നേരത്തേക്ക് എക്സാമിന് ചിലപ്പോൾ നെയിം ബോക്സ് കൊടുക്കാതെ ഫോർമുല ബാർ എന്ന് മാത്രമേ ഉള്ളെങ്കിൽ നിങ്ങൾ ഫോർമുല ബാർ എന്ന് തന്നെ ആൻസർ എഴുതണം. ഇനി ഓപ്ഷനിൽ ഫോർമുല ബാറും നെയിം ബോക്സും കൊടുത്തിട്ടുണ്ടെങ്കിൽ നെയിം ബോക്സ് എന്ന് തന്നെ ആൻസർ എഴുതാവൂ. അപ്പം ഒരു സെല്ലിൻ്റെ അഡ്രസ്സ് ഡിസ്പ്ലേ ചെയ്യുന്നത് നെയിം ബോക്സിലാണ്. ഇനി ഈ സെല്ലിനകത്ത് ഞാൻ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഒരു വേർഡ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ആ സെല്ലിലെ കണ്ടന്റ് ആണ് എവിടെ ഡിസ്പ്ലേ ആകുന്നത്, ഫോർമുല ബാറിൽ ഡിസ്പ്ലേ ആകുന്നത്. കണ്ടോ, ഈ G6 എന്ന് പറയുന്ന സെല്ലാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ആ സെല്ലിൻ്റെ കണ്ടന്റ് ആണ് എവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്, ഈ ഫോർമുല ബാറിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മളൊരു ഇക്വേഷൻ എഴുതി കൊടുക്കുകയാണെങ്കിൽ ആ ഇക്വേഷനും എവിടെ കാണാൻ പറ്റും, നമുക്ക് ഈ ഫോർമുല ബാറിൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഇക്വേഷൻ ആണ് എഴുതുന്നത്. ഒരു ഇക്വേഷൻ ഇനി എക്സലിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളൊരു ഇക്വേഷൻ എഴുതി കൊടുക്കുകയാണ്. ഇപ്പം നമ്മൾ കാൽക്കുലേറ്ററിൽ ഇപ്പോൾ 2 വാല്യൂസ് ആഡ് ചെയ്യണം. അപ്പം നമ്മൾ എങ്ങനെ ആഡ് ചെയ്യുന്നത്, 8ഉം 2ഉം ആഡ് ചെയ്യണമെങ്കിൽ ആദ്യമേ 8 നമ്മൾ പ്രസ് ചെയ്യും, പിന്നീട് പ്ലസ് കൊടുക്കും, ഓപ്പറേറ്റർ കൊടുക്കും, അതിനുശേഷം 2 കൊടുക്കും, പിന്നീടാണ് ഈക്വൽ അടിക്കുന്നത്. പക്ഷേ എക്സലിൽ നേരെ തിരിച്ചാണ്. ആദ്യമേ നമ്മൾ കൊടുക്കുന്നത് ഈക്വൽ സൈനാണ്. കണ്ടോ, ഞാനിവിടെ ഈക്വൽ സൈൻ കൊടുത്തു. ഈക്വൽ സൈൻ കൊടുത്തതിന് ശേഷം ഞാനിവിടെ എന്ത് കൊടുത്തു, 3 കൊടുത്തു. അതിന് ശേഷം നമ്മൾ പ്ലസ് കൊടുത്തു. അതിന് ശേഷം 4 കൊടുത്തു. ഇത്തിരി ഒന്ന് വലുതാക്കി കാണിക്കാം. ഇവിടെ 3 + 4 കൊടുത്തു, എൻ്റർ അടിക്കുകയാണ്. എൻ്റർ അടിച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ അതിൻ്റെ റിസൾട്ട് വന്നു. ഇത് നമുക്ക് വലുതാക്കി കാണിക്കാം. കണ്ടോ, ഇപ്പോൾ ഇവിടെ എന്താണ്, 7 എന്നാണ് വന്നിരിക്കുന്നത്. ഇത്രയും സെൽസ് ഞാനൊന്ന് വലുതാക്കി കാണിക്കാം. ഇവിടെ നോക്കിയേ, നമ്മൾ 3 + 4 = കൊടുത്തപ്പോൾ റിസൾട്ട് ആയിട്ടുള്ള 7 ഈ F4 എന്ന് പറയുന്ന സെല്ലിൽ വന്നു. നെയിം ബോക്സിൽ F4 ഉണ്ട്. പക്ഷെ നമ്മുടെ ഇതാണ് ഫോർമുല ബാർ. ഫോർമുല ബാറിൽ എന്താ കൊടുത്തിരിക്കുന്നത്, 3 + 4 ആ ഒരു ഇക്വേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ സെല്ലിൽ എന്താ കാണിക്കുന്നത്, ആൻസർ ആണ് 7 എന്നേ കാണിക്കൂ. പക്ഷെ ഫോർമുല ബാറിൽ ആ 7 കിട്ടാൻ നമ്മൾ കൊടുത്ത ഫോർമുല ആയിരിക്കും എവിടെ കാണുന്നത്, ഫോർമുല ബാറിൽ കാണുന്നത്. അതല്ല ഫോർമുലയോ ഫംഗ്ഷനോ ഒന്നും അല്ല, നമ്മൾ ജസ്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണെങ്കിൽ അത് നമുക്ക് ഫോർമുല ബാറിൽ കാണാൻ പറ്റും.
അപ്പോൾ ഇവിടെ എങ്ങനെയാണ് നമുക്ക് കോളം ലേബൽ ചെയ്തിട്ടുണ്ട്. കോളത്തിൻ്റെ നെയിംസ് എന്ന് പറയുന്നത് ABCDEFG അങ്ങനെ നമുക്ക് പോകും ഓരോ കോളത്തിൻ്റെ നെയിംസ് എന്ന് പറയുന്നത്. അങ്ങനെ ഓരോ നമ്മൾ ഇസഡ് വരെ പോയി. ഇസഡ് വരെ പോയതിന് ശേഷം ഇസഡിന് ശേഷം എന്തായിരിക്കാം ആ കോളത്തിൻ്റെ നെയിം എന്ന് പറയുന്നത്? ഇസഡ് കഴിഞ്ഞാൽ അത് എങ്ങനെ വരും? എ എന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. നോക്കിയേ, കണ്ടോ, ഇവിടെ ഇസഡ് എന്നാണ് കോളത്തിൻ്റെ നെയിം. ഇസഡിന് ശേഷം വന്നിരിക്കുന്നത് എന്താ? AB AC AD ഇതേപോലെ പോകും. AZ വരെ പോകും. AZ കഴിഞ്ഞിട്ട് വീണ്ടും എന്ത് വരും? BABB BC BD ഇതേപോലെ ലാസ്റ്റ് സെല്ലിൻ്റെ അല്ലെങ്കിൽ ലാസ്റ്റ് കോളത്തിൻ്റെ നെയിം എന്താണെന്ന് ചോദിച്ചാൽ XFD ആണ് ലാസ്റ്റ് കോളത്തിൻ്റെ നെയിം. ഇതും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ എക്സൽ 2007 മാക്സിമം എത്ര കോളം ഉണ്ടെന്ന് ചോദിച്ചാൽ 16,384 കോളമാണ് ഉള്ളത്. ലാസ്റ്റ് കോളത്തിൻ്റെ പേര് എന്താണെന്ന് ചോദിച്ചാൽ XFD ആണ്. 16,384 കോളമാണ് ഉള്ളത്. ഇനി നോക്കി, നമ്മളിവിടെ റോസ് എടുക്കുകയാണെങ്കിൽ റോയുടെ പേര് കണ്ടോ, ഇവിടെ എന്താണ്? 1 2 3 4 5 6 ഇങ്ങനെ പോകും. ഇങ്ങനെ മാക്സിമം എത്ര റോ ഉണ്ടെന്ന് ചോദിച്ചാൽ 10,48,576 റോസ് ആണ് ഉള്ളത്. അപ്പോൾ ടോട്ടൽ എത്ര കോളംസ് ഉണ്ടെന്ന് ചോദിച്ചാൽ 16,384 കോളംസ് ആണ്. ലാസ്റ്റ് കോളത്തിൻ്റെ നെയിം എന്ന് പറയുന്നത് XFD ആണ്. ടോട്ടൽ റോസ് എത്രയാണെന്ന് ചോദിച്ചാൽ 10,48,576 റോസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. പിന്നീട് നമുക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഈ ഒരു എക്സലിൻ്റെ ഒരു ഫയലിനെ നമ്മൾ പറയുന്ന പേരെന്ന് പറയുന്നത് വർക്ക് ബുക്ക് എന്നാണ് പറയുന്നത്. എക്സലിനകത്തുള്ള ഒരു ഫയലിനെ പറയുന്ന പേരാണ് വർക്ക് ബുക്ക്. അപ്പോൾ നോക്കി, നമ്മളൊരു ബുക്ക് എടുത്തു, അതിനകത്ത് ഡോക്യുമെൻ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നോട്ട്സ് എഴുതാൻ ഒരു ബുക്ക് എടുത്തു. ആ ബുക്കിനകത്ത് ഒരുപാട് പേപ്പേഴ്സ് കാണും ഇല്ലേ? അതുപോലെ തന്നെയാണ് എക്സലിനകത്ത്. എക്സൽ എന്ന് പറയുന്നത് ഒരു ബുക്കാണ്. ആ ബുക്കിനകത്ത് ഒരുപാട് ഷീറ്റ്സ് ഉണ്ട്. ഇതാണ് ഷീറ്റ് ടാബ് എന്ന് പറയുന്നത്. ഞാൻ മൗസ് പോയിന്റ് ചെയ്യുന്നത് കണ്ടോ? ഇവിടെ ഷീറ്റ് 1 ഷീറ്റ് 2 ഷീറ്റ് 3 കണ്ടോ? ഇപ്പോൾ ഷീറ്റ് 1 എടുത്താൽ നമുക്കിവിടെ ഡേറ്റാസ് ഉണ്ട്. ഞാനിവിടെ ഡേറ്റാസ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഷീറ്റ് 2 ക്ലിക്ക് ചെയ്താൽ കണ്ടോ, ബ്ലാങ്ക് ആണ്, ഒന്നും ചെയ്തിട്ടില്ല. ഷീറ്റ് 3 എന്താണ്? ബ്ലാങ്ക് ആണ്. അപ്പോൾ ബൈ ഡീഫോൾട്ടായിട്ട് നമ്മൾ എപ്പോൾ ഒരു വർക്ക് ബുക്ക് ഓപ്പൺ ചെയ്താലും അല്ലെങ്കിൽ എക്സൽ ഓപ്പൺ ചെയ്താലും അതിനകത്ത് ഡീഫോൾട്ടായിട്ട് 3 ഷീറ്റുകൾ കാണും. ഇതും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഡീഫോൾട്ടായിട്ട് എത്ര ഷീറ്റ് കാണും? 3 ഷീറ്റ് കാണും. എപ്പോൾ ഓപ്പൺ ചെയ്താലും ഷീറ്റ് 1 ഷീറ്റ് 2 ഷീറ്റ് 3 ഇവിടെ കാണും. പുതിയ ഷീറ്റ് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ കണ്ടോ, ഇതാണ് ന്യൂ ഷീറ്റ് ആഡ് ചെയ്യാനുള്ളത്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷീറ്റ് 4 ആഡായി വരും. ഇനി ഈ ഷീറ്റിനെ നമുക്ക് എന്ത് ചെയ്യാം? റീനെയിം ചെയ്യാം. ഇവിടെ ഷീറ്റ് 1 എന്ന് വേണ്ട, നമുക്ക് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് റീനെയിം ഓപ്ഷൻ ഉണ്ട്. റീനെയിം കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ഇത് സെലക്ട് ആവും. ഇവിടെ എനിക്കിപ്പോൾ A എന്നൊരു ഷീറ്റാണ് വേണ്ടത്, ഞാൻ ആ പേര് കൊടുത്തു. അതുപോലെ തന്നെ രണ്ടാമത്തെ ഷീറ്റിന് നമുക്ക് എന്ത് ചെയ്യാം? റീനെയിം ഓപ്ഷൻ ഉണ്ട്. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഞാൻ AB എന്ന് പേര് കൊടുത്തു. നമുക്ക് അങ്ങനെ ഇഷ്ടമുള്ള പേര് കൊടുത്തിട്ട് നമുക്ക് ഇതിനെ റീനെയിം ചെയ്യാം. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ചോദിക്കുന്നത് എത്രയാണ്? ഒരു വർക്ക് ബുക്കിൽ ഡീഫോൾട്ടായിട്ട് എത്ര ഷീറ്റ് ഉണ്ടായിരിക്കും എന്നാണ്. എത്ര ഷീറ്റ് ഉണ്ടായിരിക്കും? 3 ഷീറ്റ് ആയിരിക്കും ഡീഫോൾട്ടായിട്ട് ഉണ്ടാകുക. വർക്ക് ബുക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? കളക്ഷൻ ഓഫ് വർക്ക് ഷീറ്റ് ആണ്. കണ്ടോ, ഇതുപോലെയുള്ള വർക്ക് ഷീറ്റുകളുടെ കളക്ഷനാണ് വർക്ക് ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഷീറ്റ് ടാബിൻ്റെ ഇവിടെയായിട്ട് എന്താ നമുക്ക് ഈ ഒരു ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ സ്ലൈഡ്